നമ്മുടെ തൃശ്ശൂർ സംസ്ഥാന കലോത്സവം നടക്കുമ്പോൾ നമുക്കത് പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സത്യം പറഞ്ഞാൽ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് നേരെ തെക്കിങ്ങാട് കയറും. അങ്ങനെ ഓരോ സ്റ്റേജ് നമ്മുടെ തെക്കിങ്ങാട് തന്നെ 3 സ്റ്റേജുകളായിട്ടാണ് വരുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ ഓരോ സ്റ്റേജിൽ പോവും, ഓരോ പരിപാടികൾ കാണും. ചിലപ്പോൾ 2 പരിപാടികൾ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങും. പിന്നെ അടുത്ത സ്റ്റേജ് 2ാം സ്റ്റേജിലോട്ട് പോവും, അവിടെ പരിപാടി കാണാൻ കയറും. അവിടെ നിന്ന് ഇറങ്ങും, 3ാം സ്റ്റേജിലോട്ട് പോവും. ഇതാണ് ഇപ്പോഴത്തെ സത്യം പറഞ്ഞാൽ ഡെയിലി ഇപ്പോഴത്തെ ഒരു പരിപാടി ഇതൊക്കെയാണ്. വീട്ടിലെത്തുന്നതിനൊരു 10 മണി നേരം ഒക്കെ ആവും. നമ്മുടെ തൃശ്ശൂർ അല്ലെങ്കിലും ഒരു ഓളം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കലോത്സവം നടക്കുന്നതുകൊണ്ട് തന്നെ 9-10 മണി വരെ എല്ലാ കടകളും ഓപ്പൺ ആയിട്ടിരിക്കണം എന്ന് ഓൾറെഡി ഉത്തരവ് വന്നിട്ടുണ്ട്. സോ 10 മണി വരെ എല്ലാ ഷോപ്പുകളും ഉണ്ടായിരിക്കും. ഞങ്ങളന്ന് പോയന്ന് നമ്മുടെ ഏതൊരു അമ്പലത്തിൽ നിന്ന്, എനിക്കറിയില്ല ഏതാണെന്നുള്ളത്. അപ്പം അന്ന് അവിടെ അയ്യപ്പൻ വിളക്കായിരുന്നു. നമ്മുടെ വടക്കുന്നാഥൻ അമ്പലത്തിൽ നിന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 ആനയുടെ എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. അപ്പോൾ അന്ന് കുറച്ച് ലേറ്റായി വീട്ടിലെത്താനൊക്കെ ആയിട്ട്. അല്ലെങ്കിലും തൃശ്ശൂർ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അത് ഗംഭീരമാക്കാൻ നമ്മൾ തന്നെ ധാരാളമാണല്ലോ. സത്യം പറയാലോ, ഈ പ്രാവശ്യം മിക്കയിടത്തും ഈ കലോത്സവമൊക്കെ നടക്കുമ്പോൾ വലിയ ആൾക്കൂട്ടങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പോൾ ഇരിക്കാൻ പോലും സീറ്റില്ല, അത്രയും അധികം ജനങ്ങളാണ്. രാത്രിയാണെങ്കിൽ പോലും അത്ര അധികം ആൾക്കാർ. നമ്മുടെ തെക്കിങ്ങാട് സത്യം പറഞ്ഞാൽ ഇപ്പം നിറഞ്ഞ് നിൽക്കുവാണ്. കലോത്സവം ആണോ കലോത്സവം പൂരാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും കലോത്സവം കാണാൻ വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്നോളൂ കേട്ടോ. കാരണം നമ്മുടെ പിള്ളേർ അത്രയും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. പിന്നെ മീഡിയക്കാരുടെ തന്നെ ഒരു എക്സിബിഷൻ തന്നെ അവിടെ തന്നെയുണ്ട്.